അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ജോഗ് ഫാൾസ് കാണാനാണ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ശരാവതി നദിയിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടാകുന്ന വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ്. 253 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ശരാവതി നദിയിലെ ലിംഗൻമക്കി ഡാമും അതിൽ നിന്നുള്ള ജലവൈദ്യുത പദ്ധതിയും ജോഗ് ഫാൾസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 1200 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ജലവൈദ്യുതി നിലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുത നിലയങ്ങളിലൊന്നാണ്. മഴക്കാലത്താണ് ഫാൾസ് കൂടുതൽ വന്യമാകുന്നത്. രാജ, റാണി, റോക്കറ്റ്, റോറർ എന്നിങ്ങനെ 4 ജലപാതകൾക്ക് പേരുകൾ നൽകിയിട്ടുണ്ട്. ജോഗ് ഫാൾസ്, ഗെർസോപ്പ് ഫാൾസ്, ജോഗഡഗുണ്ടി എന്നീ പേരുകളിലും ഈ ഫാൾസ് അറിയപ്പെടുന്നു. നമ്മുടെ യാത്രാ ലിസ്റ്റിൽ നിർബന്ധമായും ചേർക്കേണ്ട സ്ഥലമാണ് ജോഗ് ഫാൾസ്. ഇതിനു മുൻപും ജോഗ് ഫാൾസ് കാണാൻ വന്നിരുന്നു. ഇത്തവണ ഞങ്ങൾ ഒരു ഗൈഡിനെ പരിചയപ്പെട്ട് അയാളുടെ ഒപ്പം പോയി. അതുകൊണ്ട് തന്നെ സാധാരണ ജോഗ് ഫാൾസ് കാണാൻ വന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചാനുഭവം ഞങ്ങൾക്കുണ്ടായി. അതെന്തായാലും ജോഗ് ഫാൾസിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായി മാറി എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള ഗൈഡുകളെ ജോഗ് ഫാൾസിൻ്റെ കവാടത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. നമ്മളിനി പോകുന്നത് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. അപ്പോൾ കർണാടകയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാങ്ച്വറിയാണ് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇവിടുത്തെ ഈ ഫോറസ്റ്റിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കാട് എപ്പോഴും ഒരു ഹരമാണ്. ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ആദ്യമായാണ് വരുന്നത്. ഇവിടുത്തെ പ്രവേശന ഫീസും മറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അധികം സന്ദർശകർ വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ജീപ്പിലേക്ക് വേണ്ട മിനിമം ആൾക്കാർ ഇല്ലാത്തതിനാൽ യാത്ര മുടങ്ങും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കുറച്ചുപേർ വന്നതിനാൽ എല്ലാവർക്കും ടിക്കറ്റ് തന്നു യാത്ര തുടങ്ങി.
സഫാരിയിൽ മാനുകളെയും കാട്ടുപോത്തുകളെയും വേഴാമ്പലുകളെയും മറ്റു നിരവധി പക്ഷികളെയും കണ്ട് യാത്ര അവസാനിച്ചു. ഒന്നും കാണാനില്ല. 2 മണിക്കൂർ സഫാരി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു 3 മണിക്കൂർ എടുത്തു. ഇപ്പോൾ സമയം 6:30. 3:30 പോയിട്ട് 6:30 വന്നത്. എന്തായാലും ഈ സഫാരിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഭദ്ര ടൈഗർ റിസർവിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കാട്ടുപോത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെയ്ഡ് ഹോൺബിൽ, നിരവധി മാനുകൾ, നിരവധി കാട്ടുപോത്തുകൾ. പിന്നെ ഓരോ സൈറ്റിങ്സ് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. മടങ്ങും വഴി കബനി ഫോറസ്റ്റ് വഴിയാണ് വന്നത്. കബനി ഫോറസ്റ്റ് എന്നും പ്രിയപ്പെട്ട ഒരു ഫോറസ്റ്റ് റൂട്ട് കൂടിയാണ്. പലതവണ ഈ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. മുൻപത്തെ പോലെയല്ല കബനി കാട്ടിലൂടെയുള്ള യാത്ര. ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാട്ടിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തേക്ക് കടക്കുവാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേയൊക്കെ എക്സിറ്റ് ഗേറ്റിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മനോഭാവം പോലെ ഇരിക്കും. എന്തായാലും കബനി പലപ്പോഴും മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച കാടാണ്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. सर टाइगर 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 ऊपर 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 ये सर ये सर കണ്ടില്ലേ നമ്മളൊന്നാലും വഴിയില് ടൈഗറിനെ കണ്ടില്ലേ? എന്റെ കടുകുമണി പോലെ കാണണല്ലോ ഗോപ്രോയിലൊക്കെ. കിളി പോയി പെട്ടെന്ന്. ബാക്കർക്ക് എന്റെ പൊന്നെ, കിളി പോണ സാധനം. സജി അലർട്ടായിട്ടിരിക്കട്ടാ. സൗണ്ട് അലർട്ടായിരിക്കും. അപ്പൊ പുല്ലിന്റെ ഇടയിലുണ്ട്. എന്റെ പൊന്നി, കിളി പോണ സീനുണ്ടോ?
ഞാനിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ അതിൽ കാണണം നമ്മുടെ സ്വന്തം വണ്ടിയില്. നല്ല കളർ അല്ലേ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. കാട് തന്ന സമ്മാനടാ അത്, ഇതിലൊന്നും പറയാല്ലേ. എനിക്ക് ഉറുമ്പ് പോലെ കിട്ടണോ?